റഷ്യയെ ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ ഡ്രോൺ മതിൽ തീർത്ത് പ്രതിരോധിക്കുകയാണ്. ഈ പ്രതിരോധം റഷ്യ വളരെ ഗംഭീരമായി മറികടക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധരെല്ലാം തന്നെ പറയുന്നതെങ്കിലും ഇപ്പോൾ നാറ്റോ കണ്ണുവച്ചിരിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയും റഡാറിലേക്ക് നാറ്റോ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. 7 G7 രാജ്യങ്ങൾ, അതിൽ നാറ്റോ രാജ്യങ്ങളുമുണ്ട്, ഇന്ത്യക്കെതിരെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർക്ക് ചില ആവശ്യങ്ങളുണ്ട്, അത് ആവശ്യങ്ങൾ ഇന്ത്യ അംഗീകരിച്ചു കൊടുക്കണമെന്നുള്ളതാണ് അവരുടെ നിലപാടെന്ന് പറയുന്നത്. 7 രാജ്യങ്ങളുടെ G7 ഗ്രൂപ്പ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെയാണ് ഇപ്പോൾ പ്രധാന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിക്കുന്ന രാജ്യങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ ഗ്രൂപ്പ് പദ്ധതിയിടുന്നു. ഇന്ത്യയും ചൈനയുമാണ് റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താക്കൾ എന്നത് എടുത്തു പറയേണ്ടതാണ്. US-ഉം യൂറോപ്യൻ യൂണിയനും ലക്ഷ്യമിടുന്നത് ചൈനയേക്കാൾ ഉപരി ഇന്ത്യയാണ് എന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റഷ്യയിൽ സമ്മർദ്ദം ചെലുത്താൻ സംയുക്ത നടപടികൾ സ്വീകരിക്കുമെന്ന് ബുധനാഴ്ച G7 പ്രഖ്യാപിച്ചു. യുക്രൈൻ അധിനിവേശം മൂലം റഷ്യയുടെ വരുമാനം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് G7 ധനമന്ത്രി പറഞ്ഞു. അംഗരാജ്യങ്ങളുടെ യോഗത്തിൽ താരിഫ് ഇറക്കുമതി, കയറ്റുമതി നിയന്ത്രണങ്ങൾ തുടങ്ങിയ വ്യാപാര സംബന്ധിയായിട്ടുള്ള നടപടികളിലും ചർച്ച ചെയ്യപ്പെട്ടു. സംയുക്ത പ്രസ്താവന പ്രകാരം യുക്രൈൻ അധിനിവേശത്തിന് ശേഷം റഷ്യ എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ ലക്ഷ്യമിടുന്നു എന്നാണ് അവർ പറയുന്നത്. സെപ്റ്റംബറിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്താൻ G7 രാജ്യങ്ങളോടാണ് അമേരിക്ക ആവശ്യപ്പെട്ടത്. എല്ലാവരുടെയും സംയുക്ത ശ്രമത്തിലൂടെ മാത്രമേ റഷ്യയുടെ യുദ്ധതന്ത്രത്തിന് ധനസഹായം നൽകുന്നത് നിർത്താൻ കഴിയൂ എന്ന് അമേരിക്ക ഊന്നിപ്പറഞ്ഞു. അർത്ഥശൂന്യമായിട്ടുള്ള കൂട്ടക്കൊല നിർത്താൻ റഷ്യയിൽ മതിയായ സമ്മർദ്ദം ചെലുത്തുമെന്നും US പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും US, കാനഡ, ഫ്രാൻസ്, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ എന്നിവയുൾപ്പെടെ സമ്പന്നമായിട്ടുള്ള വ്യാവസായിക രാജ്യങ്ങളുടെ ഒരു അന്തർ സർക്കാർ ഗ്രൂപ്പാണ് ഈ G7 എന്ന് പറയുന്നത്. ഇവരെല്ലാം തന്നെ നാറ്റോയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.